കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിലൊന്നായി 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറി. തുടർച്ചയായ മൂന്നാം തവണയും ഭരണം പിടിക്കാമെന്ന LDFിൻ്റെ സ്വപ്നങ്ങളെ തകർത്ത UDF നേടിയ വൻ വിജയം കേവലം ഒരു ഭരണമാറ്റമല്ല, മറിച്ച് ജനവികാരത്തിൻ്റെ വലിയൊരു പ്രതിഫലനമായി മാറിയിരിക്കുന്നു. കൃത്യമായ പ്ലാനിംഗ്, യുവജന പ്രാതിനിധ്യം, സോഷ്യൽ മീഡിയയിലെ ആധിപത്യം എന്നിവയിലൂടെ UDF കേരളത്തെ വീണ്ടും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി. 10 വർഷം നീണ്ടുനിന്ന LDF ഭരണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട സ്വാഭാവികമായ വികാരം UDF കൃത്യമായി ഉപയോഗിച്ചു. സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളും ഭരണസ്തംഭനമെന്ന ആക്ഷേപവും വോട്ടർമാർക്കിടയിൽ ചർച്ചയാക്കാൻ UDFന് കഴിഞ്ഞു. മുൻകാലങ്ങളിൽ UDFനെ തളർത്തിയിരുന്ന ഗ്രൂപ്പിസവും ആഭ്യന്തര തർക്കങ്ങളും 2026 അപ്രത്യക്ഷമായി. ഒറ്റക്കെട്ടായി ഒരു ടീം എന്ന പ്രതിച്ഛായ ജനങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിച്ചു. സീനിയർ നേതാക്കളുടെ അനുഭവ സമ്പത്തും യുവ നേതാക്കളുടെ ഊർജ്ജവും ചേർന്നപ്പോൾ അതൊരു ഡെഡ്ലി കോമ്പിനേഷൻ ആയി മാറി. UDFിൻ്റെ വിജയത്തിൽ സൈബർ വിങ്ങിന് വലിയ പങ്കുണ്ട്. പഴയ പാരമ്പര്യ രീതികളിൽ നിന്നും മാറി ജൻസി വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള പ്രചരണ പരിപാടികൾ അവർ ആവിഷ്കരിച്ചു. തൊഴിലില്ലായ്മയും പിൻവാതിൽ നിയമനങ്ങളും ചർച്ചയാക്കി യുവജന വോട്ടുകൾ ഏകീകരിക്കുവാൻ UDFന് സാധിച്ചു. കേരളം വിട്ടുപോകുന്ന യുവത്വം എന്ന വിഷയം വൈകാരികമായി അവതരിപ്പിച്ചതോടെ പുതിയ വോട്ടർമാർ UDFന് ഒപ്പം നിന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ പ്രവാസികൾക്കിടയിൽ UDF നടത്തിയ പ്രചാരണം ഫലം കണ്ടു. ഗൾഫ് രാജ്യങ്ങളിലും മറ്റും നടന്ന വോട്ടർ സമ്മേളനങ്ങൾ UDFന് വലിയ പിന്തുണ ഉറപ്പാക്കി. LDFിൻ്റെ ഭാഗത്ത് ഭരണ തുടർച്ചയുടെ ആത്മവിശ്വാസം പലപ്പോഴും അമിത ആത്മവിശ്വാസമായി മാറി. പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടതും ചില വിവാദങ്ങളും അവർക്ക് തിരിച്ചടിയായി. ശക്തമായ ത്രികോണ മത്സരത്തിന് ശ്രമിച്ചെങ്കിലും പലയിടത്തും വോട്ടുകൾ UDFിലേക്ക് മറിഞ്ഞത് അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു. 2026 UDF വിജയം കേവലം 5 വർഷത്തേക്കുള്ള ഭരണാനുമതിയല്ല, മറിച്ച് മാറ്റത്തിനു വേണ്ടിയുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ്. സുതാര്യമായ ഭരണം, വികസനം, യുവജന സൗഹൃദ നയങ്ങൾ എന്നിവ നടപ്പിലാക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് പുതിയ സർക്കാരിനുള്ളത്. കേരള രാഷ്ട്രീയം കൂടുതൽ പ്രായോഗികതയിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വൻ വിജയം. ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിലനിൽപ്പുള്ളൂ എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലം അടിവരയിടുന്നു. No cap, it was a master class in election engineering.